ബിജെപിയുടെ ബഹുമാനായിട്ടുള്ള നേതാവ് സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് ഞങ്ങൾ പാടി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അങ്ങയുടെ എല്ലാ ബഹുമാനവും ഉണ്ട്. അവിടെ 3 അംഗങ്ങൾ ബിജെപിയുടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിൽ നിങ്ങൾ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ലേ? 10 ദിവസം ആ സ്വർണ്ണക്കള്ളക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടാണ് UDFന്റെ അംഗമായിട്ട് ഞാൻ ഈ നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ എവിടെയായിരുന്നു? കോൺഗ്രസിന് നേട്ടമുണ്ടാകും എന്ന് വിലയിരുത്തി സ്വർണ്ണക്കൊള്ളക്കെതിരെ വായ തുറക്കാൻ പോലും BJP തയ്യാറായില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ കയ്യിലുള്ളത് 2019 BJPയുടെ പ്രകടന പത്രികയാണ്, സങ്കല്പ് പത്ര. അവിടെ ഇരിക്കുന്ന BJP അംഗങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ശബരിമലയെ കുറിച്ച് പറയുന്നുണ്ട്. We will endeavor to secure constitutional protection on issues related to faith and belief എന്ന് ശബരിമലയെ കുറിച്ച് 36-ാം പേജിൽ പറയുന്നു. 2019 പത്തനംതിട്ടയിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുജറാത്തിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു പോയതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ ഭരണഘടനയിൽ പരിഷ്കാരം കൊണ്ടുവന്ന് ശബരിമലയെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല? എന്നോട് അതിന്റെ ന്യായീകരണം പറയണം. നിങ്ങൾ ബഹുമാനായിട്ടുള്ള NSS ജനറൽ സെക്രട്ടറി ഒന്ന് ബോധ്യപ്പെടുത്താൻ മതി. അദ്ദേഹം പറയുന്നുണ്ടോ, NSS പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത വാഗ്ദാനം പാലിച്ചില്ല. ശബരിമല എന്നത് BJPയുടെ പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. ശബരിമല എന്നത് BJPയുടെ എക്കാലത്തെയും വലിയ പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. നിങ്ങൾക്ക് അയ്യപ്പനിലോ ശബരിമലയിലോ ഒരു വിശ്വാസമില്ല.